കിളിമാനൂരിൽ റോഡ് പണിക്കായി മണ്ണിടിച്ചു മാറ്റിയതോടെ മൺതിട്ട കാരണം ഭീഷണി നേരിടുന്നു ഒരു കുടുംബം. മണലേത്ത് പച്ച സ്വദേശിയും വിമുക്ത ഭടനുമായ സാബുവും കുടുംബവുമാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പേടിച്ചു കഴിയുന്നത്. പഞ്ചായത്തിലും നവകേരള സദസ്സിലും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിലാണ് റോഡ് പണിക്കായി മണ്ണിടിച്ചു മാറ്റിയത്. എന്നാൽ റോഡ് നിർമ്മാണം ഇപ്പോഴും പാതി വഴിയിലാണ്. കിളിമാനിൽ നിന്നും റിനു ശ്രീധരനാണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. റിനു, ആ വീടിന്റെ മുന്നിലാണോ ഉള്ളത്? റിനുവിന് ആ റോഡ് നിർമ്മാണം ഏത് ഘട്ടത്തിലെത്തി എന്നുള്ളതും കാണാവുന്നതാണ്. ഈ മണ്ണിടിച്ചു മാറ്റുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെയാണോ? ഈ കുടുംബം എത്രത്തോളം ആശങ്കയിലാണ് ഉള്ളത്? ഈ പരാതി നൽകുന്ന ഘട്ടത്തിൽ പരിഹാരം ഉടനെ എന്ന ഉറപ്പ് നൽകിയിരുന്നു. സ്മൃതി, കിളിമാനൂരിലെ മണലേത്തുപച്ച എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മണലേത്തുപച്ച വിമുക്ത ഭടനായിട്ടുള്ള സാബു. ഈ സാബുച്ചേട്ടന്റെ വീടിന്റെ പുരയിടം ഏകദേശം 1 സെന്റ് ഭൂമി 2023 റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണത്തിന് വേണ്ടി ഇടിച്ചു മാറ്റുന്നത്. ഞാൻ അതിന്റെ തൊട്ട് മുന്നിലാണ് ഉള്ളത്. ഏകദേശം 10-12 അടിയോളം പൊക്കമുണ്ട് ഈ വീടിനോട് ചേർന്നുള്ള ഈ മൺതിട്ട. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ കരാറുകാരൻ മരണപ്പെട്ടതോടുകൂടി ഈ നിർമ്മാണം നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏകദേശം 2 വർഷമാകുന്നു. നിരവധി തവണ ഈ വിമുക്ത ഭടനായിട്ടുള്ള സാബു എന്ന് പറയുന്ന വ്യക്തി പഞ്ചായത്തിൽ, പഴയ കുന്നുമേൽ പഞ്ചായത്തിൽ പരാതി നൽകുന്നു. പക്ഷേ യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ല. തുടർന്നാണ് നവകേരള സദസ്സിലേക്ക് പരാതി നൽകുവാൻ വേണ്ടി എത്തുന്നത്. ക്യൂ നിന്ന് വളരെ ബുദ്ധിമുട്ടി മുഖ്യമന്ത്രിക്ക് നവകേരള സദസ്സിൽ പരാതി നൽകുന്നു. പക്ഷേ ആ പരാതിക്കും ഇതുവരെയും ഒരു തീർപ്പുണ്ടായില്ല. ആ പരാതി നേരത്തെ TV പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരികെ ഈ പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തിൽ തന്നെ എത്തിച്ചേരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അന്ന് ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകുമ്പോൾ സാബുവിനോട് എന്താണോ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് അതേ മറുപടി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പഞ്ചായത്തിലേക്ക് കൈമാറുമ്പോഴും തുടർന്ന് ഒരു ലെറ്ററായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെയധികം ബുദ്ധിമുട്ടുന്നു. രാത്രിയിലൊക്കെ തന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഈ മഴക്കാലമാണ്. മഴക്കാലമായതോടുകൂടി മണ്ണിന്റെ ഒരു വശമൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും സാബു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം ഒരു വിമുക്ത ഭടൻ കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സിൽ നിങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അതിന് ഉചിതമായിട്ടുള്ള ഒരു നടപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ പലതവണ ജില്ലാ കളക്ടർക്കും ADM-നും പഞ്ചായത്തിനുമൊക്കെ അപേക്ഷ കൊടുത്തു. അപ്പോഴൊക്കെ അവർ തന്ന മറുപടി തന്നെയാണ് നവകേരള സദസ്സിൽ കൊടുത്തിട്ടും അവർ തന്നിരിക്കുന്ന സെയിം റിപ്ലൈ ആണ് തന്നേക്കുന്നത്. ഇതിനൊരു ഉചിതമായ പരിഹാരം എത്രയും പെട്ടെന്നുണ്ടാകണം. അതുപോലെ തന്നെ ഈ ഇതുവഴി പോകുന്ന ആൾക്കാർക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു നമസ്കാരം പള്ളിയുണ്ട് വീട്ടിൻ്റെ മുകളിൽ. അത് അവിടെയൊക്കെ ആൾക്കാർ അധികം വരുന്ന ഒരു ഏരിയയാണ്. അപ്പം വണ്ടി ഓടിച്ചു പോകുന്നവർക്കൊക്കെ ഈ വളവിൽ വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇത് അവരൊരു ഫെൻസിങ് എന്ന രീതിയിൽ കുറച്ച് ബീപ്പക്കുറ്റികൾ റോഡിൻ്റെ സൈഡിൽ ഇടിച്ച സ്ഥലത്ത് നിരത്തി വെച്ച് അത് സംരക്ഷിക്കാമെന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. അതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. ഇതിൽ ഞാനൊരു 1 സെന്റോളം വസ്തു ഇവർക്ക് വിട്ടുകൊടുത്തിട്ട് ഇവർ മണ്ണിടിച്ചു കൊണ്ടുപോയിട്ട് ഇതുവരെയും അതിൻ്റെ തുടർ നടപടി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. 2 വർഷം ഏകദേശം ആകുന്നു. പഞ്ചായത്തിലൊന്നും തിരക്കിയിട്ടും യാതൊരു റിപ്ലൈയുമല്ല. ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതാണ് സ്മൃതി. അതായത് ഈ 2 വർഷത്തിന് മുമ്പ് ഈ മണ്ണിടിച്ചു മാറ്റി ഇവിടെ ഈ കല്ലടിക്കുക അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പിക്കുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ നടപടികൾ തന്നെ ഒന്നും ഉണ്ടായില്ല. പകരം നമ്മൾ കാണുമ്പോൾ ഈ വിഷ്വലിൽ കാണുന്നുണ്ട് കുറച്ച് ബീപ്പകൾ, അതായത് ബാരലുകൾ കൊണ്ടുവച്ച് അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. 2 വർഷമായി ഇദ്ദേഹം കയറി ഇറങ്ങി നടക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ, കളക്ടർക്ക് ADM-ന് ഉൾപ്പെടെ. പക്ഷേ അവർ പറയുന്ന മറുപടി ഇദ്ദേഹം മരിച്ചുപോയി കരാറുകാരൻ, അതുകൊണ്ട് തന്നെ റീടെൻഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ഉടൻ തന്നെ നടപടി എടുക്കുമെന്നുള്ള രീതിയിലാണ്. അതിന് ബദൽ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരിപാടിയിലായി എത്തി വളരെയധികം കഷ്ടപ്പെട്ട ഈ ഒരു പരാതി നൽകുന്നത്. പക്ഷേ ഒരു പരിഹാരവുമില്ല. അദ്ദേഹവും ആ പരാതി തീർപ്പാക്കി പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊടുത്തയക്കുന്ന സാഹചര്യം. പഞ്ചായത്തിൽ നിന്ന് നവകേരള സദസ്സിന്റെ പരാതിയിന്മേലുള്ള മറുപടിയായി ഈ ഇദ്ദേഹത്തിന് വന്നത് പഴയ സാഹചര്യത്തിൽ നൽകിയ അതേ മറുപടി, അതായത് കരാറുകാരൻ മരണപ്പെട്ടു, പുതിയ ടെൻഡർ എടുക്കണം, അതുകൊണ്ട് പുതിയ ടെൻഡർ എടുക്കുവാനുള്ള നടപടികൾ ഉടൻ നടക്കും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പഞ്ചായത്തിൽ നൽകിയ പരാതി മതിയായിരുന്നു. അദ്ദേഹം ബുദ്ധിമുട്ടി മെനക്കെട്ട് അദ്ദേഹം ഈ നവകേരള പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകേണ്ടുന്ന യാതൊരുവിധ സാഹചര്യവും ഉണ്ടായിരുന്നില്ല, ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇടപെടുമെന്നുള്ള ഒരു വിശ്വാസത്തിന്മേലാണ് അത്തരം ഒരു പരാതി നൽകിയത്. പക്ഷേ ഒരു പരിഹാരവുമില്ല. സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭയക്കുന്ന
നിൽക്കുന്ന ഒരു കുടുംബം മൺതിട്ട ഏത് ഘട്ടത്തിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീണേക്കാം എന്നുള്ള ആശങ്കയാണ് ആ കുടുംബത്തിനുള്ളത്. പഞ്ചായത്തിൽ ആദ്യം പരാതി നൽകുന്നു, പിന്നീട് നവകേരള സദസ്സിലും ഇതുവരെ പരാതി പരിഹരിക്കപ്പെടുന്നില്ല. ഉടൻ നടപടി എന്നുള്ള ഉറപ്പ്, ഉടൻ എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും ആകാം, എത്ര വേണമെങ്കിലും നീട്ടാം എന്നുള്ള രൂപത്തിലേക്ക് മാറുന്നു. റിന്യൂ ശ്രീധർ.